നിങ്ങളൊരു ലോൺ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെന്നാണെങ്കിൽ ദിസ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ടു ടേക്ക് ഇറ്റ്. എന്തുകൊണ്ടാണെന്ന് വിത്ത് വാലിഡ് റീസൺസോടെ നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നിങ്ങൾ മേ ബി ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവാം, RBI ഒരു 50 പോയിന്റ്സ് റെപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 മാസത്തിൽ ഒരു 100 ബേസിസ് പോയിന്റ് കുറച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ മേ ബി ഡൗട്ട് തോന്നിയേക്കാം, എന്താണ് ഈ റെപ്പോ റേറ്റ്, എന്താണ് ഈ പോയിന്റ്സ് കുറയ്ക്കുന്നത്, ഇതൊക്കെ എത്രത്തോളം നമ്മൾ എടുക്കാൻ പോകുന്ന ലോണിന് ഇമ്പാക്റ്റ് ആവും നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിന് മേടിക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റെപ്പോ റേറ്റ്. അതായത് RBI നാളെ പറയുകയാണ്, ഞാൻ നാളെ ഒരു HDFC ബാങ്കിന് 1000 കോടി അല്ലെങ്കിൽ SBI ബാങ്കിന് 2000 കോടി തരാം, നിങ്ങൾ ആ പൈസ നിങ്ങളെ വരുന്ന ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തോളൂ, കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞാണ് പൈസ കൊടുക്കുന്നത്. ഈ പൈസ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടല്ല, കൊടുക്കുന്ന എമൗണ്ടിന് ഒരു ഇൻട്രസ്റ്റ് മേടിക്കും. അതിനെയാണ് ഈ റെപ്പോ റേറ്റ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നത്. സപ്പോസ് നാളെ ഈ റെപ്പോ റേറ്റ് കുറയും തോറും, അതായത് ഇപ്പോൾ 5.5 കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നാളെ ഇതൊരു 4.5 അല്ലെങ്കിൽ 3% കുറയും തോറും ബാങ്കിന് ചെറിയൊരു ഇൻട്രസ്റ്റ് മാത്രം RBIക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവർ ആൾക്കാർക്ക് വരുന്ന ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാർക്കും കൊടുക്കുന്ന ഇൻട്രസ്റ്റും കുറവായിരിക്കും. അതായത് ബാങ്ക് RBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കുറയും തോറും, അതായത് റെപ്പോ റേറ്റ് കുറയും തോറും നമ്മളെപ്പോലുള്ള ആൾക്കാർ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോണിന്റെ പെർസെൻറ്റേജും വളരെയധികം കുറവായിരിക്കും. നാളെ പെട്ടെന്ന് RBI പറയാണ്, ഓക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് പൈസ തന്നു, ഇനി ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ്, നാളെ മുതൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അടുത്ത ക്വാർട്ടർ മുതൽ ഞങ്ങൾക്ക് ഒരു 7% വെച്ച് റെപ്പോ റേറ്റ് കിട്ടണമെന്നാണെങ്കിൽ ബാങ്കുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ആൾക്കാർ ലോൺ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം ഹയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പറയും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്, റെപ്പോ റേറ്റ് കുറയും തോറും നമുക്ക് കിട്ടുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. റെപ്പോ റേറ്റ് മേലോട്ട് പോകും തോറും നമ്മളൊരു ലോൺ അപ്രോച്ച് ചെയ്യുകയാണെന്നാണെങ്കിൽ നമുക്ക് അവിടെ ആക്ച്വലി ഒരു ലോണിന് കിട്ടുന്ന പെർസെൻറ്റേജും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റും വളരെയധികം ഹയർ ആയിരിക്കും. ഇപ്പം നമ്മൾ റെപ്പോ റേറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കുറഞ്ഞ റെപ്പോ റേറ്റ് വന്നൊരു പോയിന്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് ഇപ്പോൾ കറന്റ് ആയിട്ടുള്ള 5.5 എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി RBI എന്തിനാണ് മാനേജ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ എക്കോണമിയിൽ അത്യാവശ്യം കുറച്ചും കൂടി വളർച്ച വരേണ്ട ആവശ്യമുണ്ട്, അത്യാവശ്യം നമ്മൾ ഒരു പ്രോഗ്രസ് എന്നുള്ളത് അത്യാവശ്യം ഒരു സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണെങ്കിൽ അവർ റെപ്പോ റേറ്റ് കുറയും. കാരണം റെപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ വെഹിക്കിൾ ലോൺ ആവട്ടെ, എഡ്യൂക്കേഷൻ ലോൺ ആവട്ടെ, ബിസിനസ് ലോൺ ആവട്ടെ, എല്ലാ ആൾക്കാരും കുറഞ്ഞ ഇൻട്രസ്റ്റ് നമുക്ക് ലോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം പോയി പൈസ ബാങ്കിൽ നിന്ന് എടുക്കാൻ നോക്കും. അങ്ങനെ ലോൺ നമ്മൾ എടുക്കുന്നതോറും നമുക്ക് പൈസ കിട്ടുകയും ചെയ്യും. നമ്മൾ അത്യാവശ്യം ആ പൈസ വീണ്ടും നമ്മൾ സ്പെൻഡിങ് ഒരുപാട് നടത്തും തോറും ഇന്ത്യ എന്ന എക്കോണമി പ്രോഗ്രസ് ആയിക്കൊണ്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് ഒരുപാട് ആൾക്കാരിൽ പൈസ കിട്ടുന്നു, ഒരുപാട് സ്പെൻഡിങ് നടക്കുന്നു, നമ്മുടെ രാജ്യം എക്കോണമിക് വൈസ് നോക്കുമ്പോൾ പോലും അത്യാവശ്യം ഗ്രോത്ത് വരുന്നൊരു ഫേസ് ആയിരിക്കും. സോ ഇതിനാണ് കൂടുതലും RBI റെപ്പോ റേറ്റുകളുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഓക്കെ അങ്ങനെയാണെങ്കിൽ രാജ്യം വളരുന്നുണ്ടെന്നാണെങ്കിൽ എപ്പോഴും ഈ റെപ്പോ റേറ്റ് കുറച്ച് വെച്ചോണം ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് റെപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ലോൺ എടുക്കുകയും ചെയ്യും, എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവുകയും ചെയ്യും. ഇൻഫ്ലേഷൻ എന്ന സംഭവം നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കാരണം എല്ലാവരുടെയും പൈസയും കിട്ടി, എല്ലാ ആൾക്കാരും വളരെയധികം സ്പെൻഡിങ് നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനത്തിൻ്റെയും വിലയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ RBI എപ്പോഴും ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊണ്ടാണ് റെപ്പോ റേറ്റ് ഹയർ ആക്കണോ ലോവർ ആക്കണോ നോക്കുന്നത്. സോ നമ്മൾ നോക്കുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്, ഈ സമയത്ത് നമ്മൾ ലോൺ എടുക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ബെസ്റ്റ് ടൈമാണ് ലോൺ എടുക്കാൻ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കോവിഡ് സമയത്ത് എക്കോണമി ഫുൾ ഡൗൺ ആയ സമയത്ത് ആൾക്കാർ കൂടുതൽ പൈസ എടുത്തോട്ടെ, കൂടുതൽ പൈസ ചെലവാക്കിക്കോട്ടെ, എക്കോണമിക് വൈസ് നോക്കുമ്പോൾ ഗ്രോത്ത് വന്നോട്ടെ എന്നുള്ളത് കൊണ്ടാണ് റെപ്പോ റേറ്റ് വളരെയധികം കോവിഡ് സമയത്ത് കുറച്ചത്. ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ 5.5 എന്ന് ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം ഡൗൺ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യത്തെ ആൾക്കാർ നോക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി ടാർഗറ്റ് ചെയ്യുന്നത് അത്യാവശ്യം ഗ്രോത്ത് വരേണ്ട ഒരു ഫേസ് ആണ്. അപ്പോൾ കുറേ ആൾക്കാർ പൈസ എടുത്തോട്ടെ എന്നുള്ളത് കൊണ്ടാണ് റെപ്പോ റേറ്റ് കുറച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് 5.5 ആണ്. മാക്സിമം പോണെങ്കിൽ ഒരു 0.50 പൈസയും കൂടി താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളൊരു ലോൺ എടുക്കാൻ നോക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ ലോൺ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറഞ്ഞ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. അതല്ല ഞാനൊരു 1 കൊല്ലം കഴിഞ്ഞൊക്കെ നോക്കി എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ ഈ 5.5 മേ ബി ഒരു 6.5 പോയി കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി ഒരു ലോൺ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മേ ബി ഒരു 10, 12 അല്ലെങ്കിൽ 13% കൊടുക്കേണ്ടി വരും. നിങ്ങൾ പക്ഷേ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് 1% അല്ലെങ്കിൽ 2% കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ബിക്കോസ് ഉള്ളതിൽ ഏറ്റവും കുറവായിട്ടുള്ള റെപ്പോ റേറ്റിലാണ് നമ്മളിപ്പോൾ ആസ് ഓഫ് നോ കറന്റ് നിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്, ഫിക്സഡ് റേറ്റും ഫ്ലോട്ടിംഗ് റേറ്റും. അതായത് ഞാനെന്നൊരു വ്യക്തി ഒരു 10 ലക്ഷത്തിന് ബിസിനസ് ലോൺ എടുക്കാൻ പോവുകയാണ്, എനിക്ക് അവിടെ ഒരു 12% കാണിക്കുന്നത് എന്നാണെങ്കിൽ ഫിക്സഡ് റേറ്റ് എടുക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ലോൺ തിരിച്ചടയ്ക്കുന്നത് വരെ ഞാൻ 12% എന്ന രീതിയിൽ മാത്രം അത് തിരിച്ച് റീപേ ചെയ്താൽ മതി. സപ്പോസ് ഞാൻ എടുക്കുന്നത് ഫ്ലോട്ടിംഗ് ആണെന്ന് വിചാരിക്കുക, ഞാൻ ലോൺ എടുക്കുന്ന സമയത്ത് 12% ആയിരുന്നു, ഞാൻ എടുത്തത് ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. സോ സപ്പോസ് നാളെ ഒരു 11% കുറയോ അല്ലെങ്കിൽ 13-14% മേലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പേ ചെയ്യുന്ന സമയത്ത് എന്താണോ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്
അത് വെച്ചായിരിക്കും ഞാൻ കൊടുക്കേണ്ടി വരിക. സോ നിങ്ങൾ ആക്ച്വലി വളരെ സിമ്പിളായി നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന സമയത്ത് റെപ്പോ റേറ്റ് അല്ലെങ്കിൽ ഞാൻ കിട്ടുന്ന ലോൺ എനിക്ക് അത്യാവശ്യം ഒരു കുറഞ്ഞ ഇൻട്രസ്റ്റിനാണ് ലോൺ കിട്ടുന്നതെന്നാണെങ്കിൽ കൂടുതലും ഫിക്സഡ് റേറ്റ് എടുക്കാൻ നോക്കുക. ആസ് ഓഫ് നോ റെപ്പോ റേറ്റ് കുറവാണ്, നമുക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് നമ്മൾ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും നമുക്ക് മേ ബി കുറഞ്ഞ ഇൻട്രസ്റ്റ് ആക്കി കിട്ടുന്നുണ്ടാവുക. സോ നമ്മൾ ലോങ് ടേമിലേക്കാണ് എടുക്കാൻ പോകുന്നതാണെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് എടുക്കാതെ എപ്പോഴും ഫിക്സ്ഡ് എടുക്കാൻ നോക്കുക. അതല്ല നിങ്ങൾ മേ ബി ഒരു കൊല്ലം കഴിഞ്ഞ് അത്യാവശ്യം കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്നതാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് എടുക്കാതെ വേണമെങ്കിൽ ഫ്ലോട്ടിങ്ങും കൺസിഡർ ചെയ്യാൻ പറ്റും. ബട്ട് ആസ് ഓഫ് നോ റെപ്പോ റേറ്റ് കുറവായതുകൊണ്ടും നമ്മൾ ലോണെ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് മേ ബി കുറഞ്ഞ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ടും ഫിക്സഡ് റേറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള വേ. സോ സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു ലോൺ എടുക്കാൻ നോക്കുന്നുണ്ടോ, ഒരു വെഹിക്കിൾ ലോണോ അല്ലെങ്കിൽ സപ്പോസ് ഒരു ബിസിനസ് ലോണോ അല്ലെങ്കിൽ ഹോം ലോണോ ഒക്കെ എടുക്കാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലോൺ എടുക്കുന്നത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരിക്കലും ലോൺ എടുക്കുന്നത് പെർഫെക്റ്റ് വേ ആണെന്ന് പറയല്ല, ബട്ട് കൺസിഡറിങ് നമ്മുടെ റെപ്പോ റേറ്റും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് എത്ര കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ലോൺ കിട്ടുമെന്നുള്ളതാണ്. സോ ആ ഒരു പോയിന്റിൽ നിങ്ങൾ നോക്കുകയാണെന്നാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ബെസ്റ്റ് ടൈമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ലോൺ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.